മോർണിംഗ് വോയ്സ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ധ്യാനചിന്ത പങ്കുവയ്ക്കുന്നത് സഹോദരൻ സുനേഷ് ജോസഫ് തൃശൂർ. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവനാമത്തിന് മഹത്വം. എന്നെ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. എബ്രായ ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു: അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ ലഭിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തോട് അടുത്ത് ചെല്ലുക. ഈ വാക്യത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുകയാണ് നാം ധൈര്യത്തോടെ കൃപാസനത്തോട് അടുത്തു ചെല്ലുവാൻ. ഇവിടെ ധൈര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഭയം കൂടാതെ ദൈവിക കാര്യങ്ങളെ വളരെ ജാഗ്രതയോടും ഉത്തരവാദിത്വത്തോടും കൂടെ ചെയ്യുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഘടകമാണ് ധൈര്യം, അല്ലെങ്കിൽ നമുക്കുള്ള പ്രാഗൽഭ്യം എന്ന് ചിന്തിക്കാവുന്നതാണ്. ഇപ്രകാരം നാം കൃപാസനത്തോട് അടുത്തു ചെല്ലുവാൻ പറഞ്ഞിരിക്കുന്നു. കൃപാസനം നമുക്ക് പരിചിതമാകുന്നത് പഴയ നിയമത്തിലൂടെയാണ്. ദൈവം മോശയിലൂടെ നൽകിയ നിർദ്ദേശമനുസരിച്ച് നിയോഗിക്കപ്പെട്ട മനുഷ്യരാൽ തങ്കത്താൽ നിർമ്മിക്കപ്പെട്ട വിശുദ്ധ മന്ദിരത്തിൽ തിരശീലയ്ക്കപ്പുറം അതിപരിശുദ്ധ സ്ഥലത്ത് സാക്ഷ്യപ്പെട്ടകത്തിന് മുകളിലുള്ള 2 കെരൂബുകളുടെ നടുവിൽ ഉള്ള സ്ഥാനമാണ് കൃപാസനം. അവിടെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുകയും ദൈവം മനുഷ്യനോട് സംസാരിക്കുകയും ചെയ്യുന്ന സ്ഥാനമാണ്. സംഖ്യാപുസ്തകം 7-ാം അധ്യായം 89-ാം വാക്യം: മോശ തിരുമുൻപിൽ സംസാരിപ്പാൻ സമാഗമന കൂടാരത്തിൽ കടക്കുമ്പോൾ സാക്ഷ്യപ്പെട്ടകത്തിന്മേൽ 2 കെരൂബുകളുടെ നടുവിലുള്ള കൃപാസനത്തിൽ നിന്നും തന്നോട് സംസാരിക്കുന്ന ശബ്ദം അവൻ കേട്ടു. യഹോവ അവനോട് സംസാരിച്ചു. ലേവ്യപുസ്തകം 16-ാം അധ്യായം 1-2 വാക്യം: അഹരോൻ്റെ 2 പുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ ചെന്നിട്ട് മരിച്ചു പോയ ശേഷം യഹോവ മോശയോട് അരുളി ചെയ്തത് എന്തെന്നാൽ, കൃപാസനത്തിന്മീതെ മേഘത്തിൽ ഞാൻ വെളിപ്പെടുന്നതുകൊണ്ട് നിന്റെ സഹോദരനായ അഹരോൻ മരിക്കാതിരിക്കേണ്ടതിന് വിശുദ്ധ മന്ദിരത്തിനകത്ത് തിരശീലയ്ക്കപ്പുറത്ത് പെട്ടകത്തിന്മേലുള്ള കൃപാസനത്തിങ്കൽ എല്ലാ സമയത്തും വരരുത് എന്ന് അവനോട് പറയണം. എപ്രകാരമാണ് പ്രവേശിക്കേണ്ടത് എന്ന് 16-ാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നു. കർശനമായ നിയന്ത്രണമാണ് ദൈവം അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആണ്ടിലൊരിക്കൽ മഹാപാപ പരിഹാര ദിവസം യാഗരക്തത്തോടു കൂടെ മാത്രം മഹാപുരോഹിതൻ അവിടെ പ്രവേശിക്കാം. അയോഗ്യമായി പ്രവേശിച്ചവരും നോക്കിയവരുമെല്ലാം മരണത്തിന് ഇരയായതായി നാം തിരുവെഴുത്തുകളിൽ വായിക്കുന്നു. ഇപ്രകാരം മനുഷ്യന് ഈ ദൈവസന്നിധിയിൽ കൃപാസനത്തോട് ധൈര്യത്തോടെ അടുത്തു ചെല്ലുവാൻ സാധിച്ചിരുന്നില്ല. വളരെ ഭയത്തോടെ ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ പ്രവേശിച്ചിരുന്ന ആ സ്ഥലത്തേക്ക്, ദൈവസന്നിധിയിലേക്ക് നമ്മോട് ധൈര്യത്തോടെ അടുത്തു ചെല്ലുവാനാണ് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞിരിക്കുന്നത്. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ നാം കൃപാസനത്തോട് അടുത്ത് ചെല്ലുവാനുള്ള ധൈര്യം അല്ലെങ്കിൽ പ്രാഗൽഭ്യം നമുക്ക് എപ്രകാരം ലഭിച്ചിരിക്കുന്നു എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും എന്ന് നാം വായിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ, കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താലാണ് നമുക്ക് ഈ പ്രവേശനം ലഭിച്ചിരിക്കുന്നത്, ഈ ധൈര്യം നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 10-ാം വാക്യം: അവനിൽ ആശ്രയിച്ചിട്ട് അവങ്കലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവും ഉണ്ട്. ഇപ്രകാരം യേശുക്രിസ്തു തൻ്റെ സ്വന്തം രക്തം ചിന്തി കാൽവറി ക്രൂശിൽ സകല മനുഷ്യർക്കും രക്ഷ ഒരുക്കി. അത് വിശ്വാസത്താൽ അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്തപ്പോഴാണ് നമുക്ക് ഈ പ്രാഗൽഭ്യം അല്ലെങ്കിൽ ഈ ധൈര്യം ലഭിച്ചിരിക്കുന്നത്. ധൈര്യത്തോടെ നാം കൃപാസനത്തോട് അടുത്ത് ചെല്ലുവാൻ
പറഞ്ഞിരിക്കുന്നതിന് ഒരു കാരണമുണ്ട്. കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ ലഭിപ്പാനുമായി എന്ന് നാം വായിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൽ ഓരോ നിമിഷവും ദൈവകൃപ നമുക്ക് ആവശ്യമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന കൃപ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. തൽസമയത്ത് സഹായത്തിനുള്ള കൃപ എന്ന് നാം കാണുന്നു. നാം പാപത്തിൻ്റെ സാന്നിധ്യമുള്ള ലോകത്തിലാണ് ജീവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ പാപത്തിൻ്റെ സാമീപ്യമുണ്ടാകുമ്പോൾ, പാപം ചെയ്യുവാനുള്ള പ്രലോഭനമുണ്ടാകുമ്പോൾ, ഈ പ്രലോഭനങ്ങളെ ജയിക്കുവാനായി നമുക്ക് ദൈവസന്നിധിയിൽ തൽസമയത്ത് സഹായത്തിനുള്ള കൃപ ഉണ്ട്. നാം ഇപ്രകാരം ദൈവസന്നിധിയിൽ നിന്ന് കൃപ പ്രാപിക്കുമ്പോൾ പ്രലോഭനങ്ങളെ, പാപത്തിൻ്റെ സാമീപ്യങ്ങളെ ജയിച്ച്, നമുക്ക് പാപത്തെ ജയിച്ച് വിജയകരമായി ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നു. എന്നാൽ ദുഃഖകരമെന്ന് പറയട്ടെ, നാം പലപ്പോഴും ദൈവസന്നിധിയിൽ കൃപ പ്രാപിക്കുവാൻ ചെല്ലുന്നത് പാപം ചെയ്തതിന് ശേഷമാണ്. ദൈവം പാപത്തെ ക്ഷമിക്കുന്നവനാണ്. ദാവീദ് പാപം ചെയ്തു, ദൈവം ക്ഷമിച്ചു. എന്നാൽ ചെയ്ത പാപത്തിൻ്റെ പരിണിത ഫലങ്ങൾ ദാവീദിൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചതായി നാം ദൈവവചനത്തിൽ വായിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും ഇപ്രകാരമുള്ള പ്രതിസന്ധികൾ സംഭവിക്കാതിരിക്കുവാനായി നാം ധൈര്യത്തോടെ കൃപാസനത്തോടടുത്തു ചെന്ന് തൽസമയത്ത് കൃപ പ്രാപിച്ചുകൊണ്ട്, പാപത്തെ ജയിച്ചുകൊണ്ട്, വിശ്വാസ ജീവിതത്തിൽ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.